Welcome to Zodiac PSC Academy. Zodiac PSC Academy മുൻവർഷ PSC ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും ഉൾപ്പെടുത്തി ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. ഈ സീരീസിൽ വരാൻ പോകുന്ന LGS, LDC പരീക്ഷകൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിലുള്ള ക്ലാസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഖാദി ബോർഡ് LDCയുടെ പ്രിലിംസ് സ്റ്റേജ് 3-ൽ നടന്ന സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനമാണെന്നുള്ളതായിരുന്നു ചോദ്യം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം? ഓപ്ഷൻ എ 12%, ഓപ്ഷൻ ബി 20%, ഓപ്ഷൻ സി 50%, ഓപ്ഷൻ ഡി 52%. ഉത്തരം ഓപ്ഷൻ ബി 20%. ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് ആമസോൺ മഴക്കാടുകൾ അറിയപ്പെടുന്നത്. ഏകദേശം 20% വരുന്ന ഓക്സിജൻ ഭൂമിക്ക് നൽകുന്നത് ആരാണ്? ഈ ആമസോൺ മഴക്കാടുകളാണ്. ക്ലിയർ? രണ്ടാമത്തെ ചോദ്യം, സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ റിക്കറ്റ്സിയ, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഫംഗസ്, ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. ഉത്തരം റിക്കറ്റ്സിയ ആണ്. നമുക്ക് ഈ സ്പോട്ടഡ് ഫീവർ എന്ന് പറയുന്ന ഈ രോഗത്തെ പറ്റി നമ്മൾ അധികം അങ്ങോട്ട് കേട്ടിട്ടില്ല. സ്പോട്ടഡ് ഫീവർ എന്ന് പറയുന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദ്യം. ഉത്തരം റിക്കറ്റ്സിയ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സുകൾ നോക്കിയാൽ, റിക്കറ്റ്സിയ എന്ന് പറയുന്നത് എന്താണ്? റിക്കറ്റ്സിയ ഒരു ബാക്ടീരിയ വിഭാഗത്തിൽ പെടുന്ന ഒരു രോഗാണുവാണ്. റിക്കറ്റ്സിയ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ബാക്ടീരിയ വിഭാഗത്തിൽ പെടുന്നതാണ്. നമുക്കറിയാം, രോഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് വിളിക്കുന്ന പേരെന്താണ്? പത്തോളജി. എന്താ വിളിക്കുക? രോഗത്തെ കുറിച്ചുള്ള പഠനമാണ് പത്തോളജി. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് രോഗങ്ങൾ ഇതിൽ ഓപ്ഷനിൽ കുറച്ച് ഓർഗാനിസത്തിന്റെ പേര് പറഞ്ഞില്ലേ? വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ പരത്തുന്ന കുറച്ച് രോഗങ്ങളൊന്ന് പരിചയപ്പെട്ടാൽ നമുക്ക് പ്രോട്ടോസോവ, ഫംഗസ്, വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇത് ഓപ്ഷനിൽ പറഞ്ഞിരുന്നതാണ്. റിക്കറ്റ്സിയ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം പ്രോട്ടോസോവ, ഫംഗസ്, വൈറസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രോട്ടോസോവ പരത്തുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മന്ത്, മലേറിയ അല്ലെങ്കിൽ മലമ്പനി, കാല അസർ, അതുപോലെ തന്നെ സാൻ ഫീവർ. ഓക്കെ, ഓർത്തു വെക്കണേ. പ്രോട്ടോസോവ രോഗങ്ങൾ ഏതൊക്കെയാണ്? മന്ത്, അതുപോലെ തന്നെ മലേറിയ, കാല അസർ, സാൻ ഫീവർ. ഓക്കെ, ദെൻ ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണ്? അറ്റ്ലസ് ഫുഡ്, റിംഗ് വേം അല്ലെങ്കിൽ വട്ടച്ചൊറി, മദ്രാസ് ഫുഡ്, ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ്. ഇതൊക്കെയാണ് ഫംഗസ് രോഗങ്ങളായിട്ട് അറിയപ്പെടുന്നത്. വൈറസ് രോഗങ്ങൾ ഓഫ് കോഴ്സ് എയ്ഡ്സ് ഉണ്ട്, നിപ്പ ഉണ്ട്, സാർസ് ഉണ്ട്, ഡെങ്കിപ്പനി, മുണ്ടിനീര്, ചിക്കൻ ഗുനിയ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? പ്രോട്ടോസോവ രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ എന്നത്. അതായത് ഓരോ രോഗാണുക്കളും പരത്തുന്ന രോഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ച് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വൃക്കകൾ, ഓപ്ഷൻ ബി ഹൃദയം, ഓപ്ഷൻ സി ആമാശയം, ഓപ്ഷൻ ഡി കരൾ. അപ്പൊ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഓപ്ഷൻ ഡി കരളാണ് ഉത്തരം. അപ്പൊ നൈട്രോജനിക വിഷവസ്തുവാണ് എന്തെന്ന് പറയുന്നത്? യൂറിയ എന്ന് പറയുന്നത്. ആ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫാക്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട് പരിശോധിച്ചാല്, ശരീരത്തിലെ വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന ഗ്രന്ഥിയാണ് എന്ത്? കരൾ. ഓക്കെ, അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കൂടിയാണ് കരൾ. മാത്രമല്ല പുനരുജ്ജീവന കപ്പാസിറ്റി അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പറയും റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു അവയവവും കൂടിയാണ്. അതായത് നമ്മളിപ്പോൾ കരള് എന്താണ് മുറിച്ച് മാറ്റി കഴിഞ്ഞാലും അതെന്ത് ചെയ്യും? റീജനറേറ്റ് ചെയ്യും, പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ പുനരുജ്ജീവന കഴിവുള്ള, അതിനുള്ള ശേഷിയുള്ള ഒരു അവയവവും കൂടിയാണ് എന്തെന്ന് പറയുന്നത്? കരൾ എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? മാത്രമല്ല
ഇനി കരളിനെ പറ്റി കുറച്ചും കൂടി പറയുകയാണെങ്കിൽ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമുണ്ട്. ആ ദഹനരസത്തിന്റെ പേരാണ് പിത്തരസം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസത്തിന്റെ പേരെന്താണ്? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഓർത്തിരുന്നേ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം എന്താണ്? പിത്തരസം അഥവാ ബൈൽ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് എന്തെന്ന് പറയുന്നത്? പിത്തരസം അല്ലെങ്കിൽ ബൈൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ പിത്തരസത്തിന് അല്ലെങ്കിൽ ബൈലിന് ഒരു മഞ്ഞ കളറാണുള്ളത്. ഈ മഞ്ഞ കളർ കൊടുക്കുന്നത് ഒരു വർണ്ണവസ്തുവാണ്. ആ വർണ്ണവസ്തുവിന്റെ പേരാണ് ബിലിറൂബിൻ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ മഞ്ഞ കളറിന് കാരണമായ വർണ്ണവസ്തുവാണ് എന്തെന്ന് പറയുന്നത്? ബിലിറൂബിൻ. ഓക്കെ, ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനായ ഏതാണത്? ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനായ ഫൈബ്രിനോജൻ നിർമ്മിക്കപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞു ശരീരത്തിന് പുറത്ത് നമ്മുടെ മുറിവുണ്ടായാൽ അത് കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ എന്ന് വിളിക്കും. അതല്ലാതെ മറ്റൊരു അതായത് നമ്മുടെ ശരീരത്തിലൊക്കെ ശരീരത്തിനകത്ത് രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വസ്തുവുണ്ട്. അതിന്റെ പേരാണ് ഹെപ്പാരിൻ. എന്താ വിളിക്കുക? ഹെപ്പാരിൻ. ഹെപ്പാരിനാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നത്. ആരാണ്? ഹെപ്പാരിൻ. ഓർത്തു വെക്കണേ. അതുപോലെ തന്നെ കരളിന്റെ വേറൊരു ധർമ്മവും കൂടിയുണ്ട്. അതായത് നമ്മുടെ ക്യാരറ്റിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ബീറ്റ കരോട്ടിൻ. എന്താണ്? ക്യാരറ്റിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ബീറ്റ കരോട്ടിനെ വൈറ്റമിൻ എ ആക്കി മാറ്റുന്നത് എവിടെ വെച്ചിട്ടാണ്? അതും കരളിൽ വെച്ചിട്ടാണ്. അപ്പോൾ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നതും കൂടിയാണ് എന്തെന്ന് പറയുന്നത്? ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കരളിൽ വെച്ചിട്ടാണ് ബീറ്റ കരോട്ടിൻ എന്തായി മാറുന്നത്? നമ്മുടെ വൈറ്റമിൻ എ ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ കരളിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ച കുട്ടികളെ? എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ വെച്ചിട്ടാന്ന് പറഞ്ഞു? കരളിൽ വെച്ചിട്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റ് വിഷവസ്തുക്കളെ, നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വരുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം എന്താണ്? കരളാണ്. അതുപോലെ തന്നെ പുനരുജ്ജീവന കപ്പാസിറ്റി ഉള്ളത് അല്ലെങ്കിൽ റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഓർഗനും എന്ത് തന്നെയാണ്? കരൾ തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം. ആ പിത്തരസത്തിന്റെ കളർ എന്ന് പറയുന്നത് മഞ്ഞ കളറാണ്. ആ മഞ്ഞ കളർ കൊടുക്കുന്നത് ബിലിറൂബിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനായ ഫൈബ്രിനോജൻ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. അതുപോലെ രക്തം ശരീരത്തിനുള്ളിൽ കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള ആ ഒരു വസ്തു എന്താണ്? ഹെപ്പാരിൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ എ ആയി മാറുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ കരളിൽ വെച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം, ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏതു മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഫോസ്ഫറസ്, ഓപ്ഷൻ സി കാർബൺ, ഓപ്ഷൻ ഡി പൊട്ടാസ്യം. ഒന്നുകൂടി പറയാം. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് അവർക്ക് പ്രാണികളെ, ഇരപിടിയൻ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാണികളെ പിടിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണമാക്കുന്ന സസ്യങ്ങളാണ്. അവര് ആ കഴിവ് ആർജിക്കുന്നത് ഉത്തരം നൈട്രജന്റെ അഭാവത്തിലാണ്. അതായത് അവ വളരുന്ന മണ്ണിൽ നൈട്രജൻ കുറയുമ്പോഴാണ് അവർ എന്ത് ചെയ്യുന്നത്? അവര് ഈ പറഞ്ഞ ഈ ഇരപിടുത്തത്തിലേക്ക് അവർ പോകുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം ഏതിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി സൾഫർ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി ജലം, ഓപ്ഷൻ ഡി മഗ്നീഷ്യം ഡൈ ഓക്സൈഡ്. ഉത്തരം ജലമാണ്. അതായത് നമുക്ക് അറിയാം പ്രകാശ സംശ്ലേഷണ ഭാഗമായിട്ട് നമുക്ക് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്നത് ഓക്സിജൻ ആണ് അല്ലെ? ആ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതിന് കാരണമാകുന്നത് എന്താണ്? ആ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഫലമായിട്ട് ജലത്തിന് സംഭവിക്കുന്ന വിഘടനത്തിന്റെ ഫലമായിട്ടാണ് എന്ത് വരുന്നത്? ആ ഓക്സിജൻ. അതായത് ജലം സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്, ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ എന്ന് പറയും, ആ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ്
സമയത്താണ് എന്ത് സംഭവിച്ചത്? ഓക്സിജൻ എന്ന് പറയുന്ന വാതകം പുറത്തോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് 5ാമത്തെ ചോദ്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 6ാമത്തെ ചോദ്യം, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമേത്? ഓപ്ഷൻ എ വട്ടച്ചൊറി, ഓപ്ഷൻ ബി എയ്ഡ്സ്, ഓപ്ഷൻ സി ടൈഫോയിഡ്, ഓപ്ഷൻ ഡി 5ാം പനി. ഇപ്പൊ ശ്രദ്ധിക്കണേ, നമ്മൾ ഈ സീരീസ് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടു. അതായത് രോഗങ്ങള്, രോഗകാരികള്, ഓക്കെ, ഇത് ഈ ടോപ്പിക് ഉണ്ടല്ലോ, ഈ സിലബസിൽ ഈ പോർഷൻ നിങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോർഷനാണ്. റിപ്പീറ്റ് ആയിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. രോഗങ്ങൾ പകരുന്ന രീതി വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, രോഗകാരികളെ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ രോഗം പറഞ്ഞിട്ട് ഏത് രോഗകാരിയാണ് അതിന് കാരണമാകുന്നതെന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായി പഠിച്ചിരിക്കണം പരീക്ഷയ്ക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികൾ. ഓക്കെ, അപ്പോൾ ഇവിടെ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? ഉത്തരം ടൈഫോയിഡ് ആണ്. ഏതാണ് ഉത്തരം? ടൈഫോയിഡ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുക, ജലത്തിലൂടെ പകരുന്ന മറ്റു രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, മുന്നേ പറഞ്ഞ ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് എ, ഇ, വയറുകടി, ഇതൊക്കെയാണ്. ഓർത്തിരുന്നേ, ജലത്തിലൂടെ പകരുന്ന കോളറ നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ള അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കോളറ എന്ന് പറയുന്നത് എന്താണ്? ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൂടാതെ ടൈഫോയിഡ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഉണ്ട്, അതുപോലെ തന്നെ വയറുകടി, എലിപ്പനി, ഇതൊക്കെ എന്തിലൂടെ പകരും? മറ്റേ നമ്മുടെ ജലത്തിലൂടെ പകരുന്ന മലിനീകരിക്കപ്പെട്ട ജലത്തിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇനിയും വട്ടച്ചൊറി എന്ന് പറയുന്നത് ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു ഫംഗസ് രോഗമാണ് കേട്ടോ. അതുപോലെ തന്നെ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എന്ത്? എയ്ഡ്സിന് കാരണമാകുന്നത്. ഓപ്ഷനിലുള്ള എയ്ഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയ്ഡ്സിന് കാരണമാകുന്നത് ഒരു വൈറസ് ആണ്. HIV ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആണ് എന്തിന് കാരണമാകുന്നത്? എയ്ഡ്സിന് കാരണമാകുന്നത്. എയ്ഡ്സിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എന്തിനെ അറിയപ്പെടുന്നത്? എയ്ഡ്സ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അതിൽ പറഞ്ഞിരിക്കുന്ന 5ാം പനി എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. 5 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് എന്ത് വരുന്നത്? ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്. മാർച്ച് 16-നാണ് ലോക മീസിൽസ് പ്രതിരോധ കുത്തിവെപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 5ാം പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറസ് രോഗമാണ്. ഇത് 5 മാസം മുതൽ 3 കുട്ടികളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. എത്രയാ? 5 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കാണപ്പെടുന്നതാണ്. മാർച്ച് 16-നാണ് എന്ത്? ലോക മീസിൽസ് പ്രതിരോധ കുത്തിവയ്പ്പ് ദിനമായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏത്? കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി തട്ടേക്കാട്, ഓപ്ഷൻ സി ഇരവികുളം, ഓപ്ഷൻ ഡി പേപ്പാറ. ഉത്തരം ഓപ്ഷൻ ബി തട്ടേക്കാടാണ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന ഒരു പ്രദേശമാണ് എന്തെന്നറിയപ്പെടുന്നത്? തട്ടേക്കാട് എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന ഒരു പ്രദേശത്തിന്റെ പേരെന്താണ്? തട്ടേക്കാട്. ഓർത്തിരിക്കണേ. ഇങ്ങനെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടുകൾ നോക്കിയാൽ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത്? തട്ടേക്കാട്. കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് എന്തെന്നറിയപ്പെടുന്നത്? തട്ടേക്കാട് എന്നറിയപ്പെടുന്നത്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും എന്ത് തന്നെയാണ്? തട്ടേക്കാട് തന്നെയാണ്. ഏറ്റവും വലിയ പക്ഷി സങ്കേതം എന്ത് തന്നെയാണ്? തട്ടേക്കാട് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനമാണ്. ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? അത് തട്ടേക്കാടാണ്. ധാരാളമായിട്ട് ഈ പക്ഷികൾ വിരുന്നെത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൂടാതെ തന്നെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. എന്നാൽ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതാണ്? മംഗളവനമാണ്. ഓർത്തിരിക്കണേ, മംഗളവനം. കേരളത്തിലെ മയിലുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു പക്ഷി സങ്കേതമുണ്ട്, അതാണ് ചൂലന്നൂർ എന്നറിയപ്പെടുക. കേരളത്തില് മയിലുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു പക്ഷി സങ്കേതം തന്നെയുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷി സംരക്ഷണ കേന്ദ്രമുണ്ട്, അതാണ് ചൂലന്നൂർ എന്നറിയപ്പെടുന്നത്. അതുപോലെ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതം ഉണ്ട് കേരളത്തില്, അതാണ് കുമരകം ബേർഡ് സാങ്ച്വറി അല്ലെങ്കിൽ കുമരകം പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നതാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? തട്ടേക്കാടാണ്
ഏറ്റവും കൂടുതൽ കേരളത്തിൽ ദേശാടന പക്ഷികൾ വിരുന്നെത്തുന്ന ഒരു പ്രദേശം തട്ടേക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ്. അതുപോലെ തന്നെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് തന്നെയാണ്. ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ഏതാണ്? അത് മംഗളവനമാണ്. അതുപോലെ നമ്മൾ അത് കഴിഞ്ഞ് പറഞ്ഞു ചൂലന്നൂർ എന്ന് പറയുന്നത് മയിലുകളുടെ എന്തിനു വേണ്ടിയിട്ട്, ആ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പക്ഷി സംരക്ഷണ കേന്ദ്രമാണ്. ഓക്കെ, അതുപോലെ തന്നെ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കുമരകം പക്ഷി സങ്കേതമാണ്. ഓക്കെ, എട്ടാമത്തെ ചോദ്യം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ കാസർഗോഡ്, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഓക്കെ, കേരള കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഉള്ള ചോദ്യം നേരത്തെ ഒരു ചോദ്യ പേപ്പറിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ഉത്തരം തിരുവനന്തപുരം. ഓക്കെ, അടുത്ത ചോദ്യം, ഒമ്പതാമത്തെ ചോദ്യം, സങ്കര ഇനം നെല്ലിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ അനുഗ്രഹ, ഓപ്ഷൻ ബി അന്നപൂർണ, ഓപ്ഷൻ സി ലോല, ഓപ്ഷൻ ഡി അനാമിക. അപ്പോൾ ഈ സങ്കര ഇനം വിത്തിനങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ സീരീസ് ചെയ്യുമ്പോൾ ഈ ഗാദി ബോർഡ് LDCയുടെ ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റേജാണ്. ഈ മൂന്നാമത്തെ സ്റ്റേജ് വരെ നോക്കുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് വന്നൊരു പോർഷനാണ് എന്തെന്ന് പറയുന്നത്, മുന്നേ പറഞ്ഞ ഈ രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞ പോലെ തന്നെ ചോദിച്ചിരിക്കുന്ന ഒരു സെക്ഷനാണ് എന്ത്, കാർഷിക വിത്തിനങ്ങളിൽ പ്രധാനപ്പെട്ടവ, അതിൽ സങ്കര ഇനങ്ങളുടെ പേരുകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ്? സങ്കര ഇനം നെല്ലിന് ഉദാഹരണം അനാമികയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സിലബസിലെ ഈ ഒരു പോർഷനും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. അടുത്ത ചോദ്യം, പത്താമത്തെ ചോദ്യം, പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയയുടെ പേരെന്ത്? ഓപ്ഷൻ എ റൈസോബിയം, ഓപ്ഷൻ ബി അസറ്റോബാക്ടർ, ഓപ്ഷൻ സി ലാക്ടോബാസിലസ്, ഓപ്ഷൻ ഡി മൈക്കോപ്ലാസ്മ. ഉത്തരം വരുന്നത് റൈസോബിയമാണ്. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ചിട്ട് നൈട്രജനെ അബ്സോർബ് ചെയ്തെടുക്കുന്ന ബാക്ടീരിയകളുടെ പേരെന്താണ്? റൈസോബിയം ബാക്ടീരിയകളാണ്. ഓക്കെ, അപ്പോൾ 10 വരെയുള്ള ചോദ്യങ്ങൾ എന്താണ്? ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അടുത്തത് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. 11ാമത്തെ ചോദ്യം, ഇതിൽ കെമിസ്ട്രി മാത്രമല്ല ഫിസിക്സും വരും. 11ാമത്തെ ചോദ്യം, ആറ്റത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു, അവയിൽ ശരിയായവ കണ്ടെത്തുക. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. 2, ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. 3, ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. 4, എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. അപ്പൊ ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ എ 1, 2, 3 ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി 1, 2, 4, ഓപ്ഷൻ സി 2, 3, 4, ഓപ്ഷൻ ഡി 1, 3, 4. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് 1, 2, 4. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ശരിയായവ. ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും എന്താണ്? ശൂന്യമാണ്. ഈ പോയിന്റ് എന്താണ്? ശരിയാണ്. ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും എന്താണ്? ശൂന്യമാണ്. ഓക്കെ, രണ്ടാമത്തെ ശരിയായിട്ടുള്ളത് ആറ്റം വൈദ്യുതപരമായി എന്താണ്? നിർവീര്യമാണ്. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണെന്നുള്ളതും ശരിയാണ്. ഇനി അടുത്ത ശരിയായത് ഏതാ? 4, എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് എന്താണ്? ഒരേ സാന്ദ്രതയാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് എന്താ ഉള്ളത്? ഒരേ സാന്ദ്രതയാണ്. ഓക്കെ, ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി അലൂമിനിയം, ഓപ്ഷൻ സി മെർക്കുറി, ഓപ്ഷൻ ഡി സിങ്ക്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായി ജോഡി ചേർത്തിരിക്കുന്നവ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. താഴെ തന്നിരിക്കുന്ന പട്ടിക നമുക്ക് നോക്കാം. പട്ടികയിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തത് തൃകങ്ങൾ A എന്ന് പറഞ്ഞ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. B കോളത്തിൽ മെന്റ് ലീഫ്,
അഷ്ടകങ്ങൾ മോസ്ലി, അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ ന്യൂലാൻഡ്സ്, അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ ഡൊബറൈനർ. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഉത്തരം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട് 1, 3. ഓപ്ഷൻ എയിൽ 1, 3, 2, 4, 3, 1, 4, 2. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് 1, 2, 2, 4, 3, 3, 4, 1. 1, 4, 2, 3, 3, 1, 4, 2. 1, 3, 2, 4, 3, 2, 4, 1. ഇതാണ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1, 4. അതായത് 1, 4 തൃഗങ്ങൾക്ക് രൂപം നൽകിയ അല്ലെ തൃഗങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഡൊബറൈനർ ആണ്. തൃഗങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഡൊബറൈനർ ആണ്. അടുത്തത് രണ്ടാമത്തത് അഷ്ടകങ്ങളാണ്. അഷ്ടകങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂലാൻഡ്സ് ആണ്. നോക്കിയേ, അഷ്ടകങ്ങൾ 2, 3 ന്യൂലാൻഡ്സ്. അറ്റോമിക ഭാരത്തെ അടിസ്ഥാനമാക്കിയിട്ട് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ആശയം കൊണ്ടുവന്നത് മെന്റലീഫ് ആണ്. ലാസ്റ്റത്തത് അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ ആരാണ്? ഹെൻറി മോസ്ലി ആണ്. അതിൽ മെന്റലീഫ് എന്ന് പറയുന്നതാണ് പുരാതന അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ പീരിയോഡിക് ടേബിളിന്റെ പിതാവ്. മോസ്ലി ആണ് ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകം? ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഉത്തരം ഏതാണ്? ഹൈഡ്രജൻ വാതകമാണ്. എന്ത്? തീക്കൊള്ളി കാണിച്ചപ്പോൾ പെട്ടെന്ന് അണയുകയും എന്നാൽ വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തത് ഏതാണ്? ഹൈഡ്രജൻ വാതകമാണ്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി. അതായത് ആസിഡുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് ഉപയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എവിടെയൊക്കെയാ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി, ടാനിക് ആസിഡ് മഷി തുകൽ ഇവയുടെ നിർമ്മാണം, അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം, സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. അപ്പൊ ഇവിടെ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് ഏതാണ്? അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണത്തിനല്ല. അപ്പൊ ഇവിടെ എന്താ? സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററികളുടെ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി എന്നുള്ളത് കറക്റ്റ് ആണ്. ടാനിക് ആസിഡ് മഷി തുകൽ ഇവയുടെ നിർമ്മാണം കറക്റ്റ് ആണ്. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ എന്നിവയും കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം. ഈ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നതാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ഈ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് ആസിഡുകൾ ഏതൊക്കെയാണ്? സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, ടാനിക് ആസിഡ് ഉണ്ട്, അസറ്റിക് ആസിഡ് ഉണ്ട്, സിട്രിക് ആസിഡ് ഉണ്ട്. അതിൽ രാസവസ്തുക്കളുടെ രാജാവാണ് ആര്? സൾഫ്യൂരിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. ഇവിടെ അടങ്ങിയിരിക്കുന്നതാണ് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. ഒന്നുകൂടി പറഞ്ഞേ, രാസവസ്തുക്കളുടെ രാജാവാണ് സൾഫ്യൂരിക് ആസിഡ്. നമ്മുടെ തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. നമ്മുടെ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് എന്തെന്ന് പറയുന്നത്? അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ നാരങ്ങ, ഓറഞ്ച് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് എന്ത്? സിട്രിക് ആസിഡ്. തക്കാളി, നേന്ത്രപ്പഴം, ചുവന്നുള്ളി, ചോക്ലേറ്റ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ്. ആപ്പിൾ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ്. ഏതൊക്കെയാണ് അപ്പോൾ ആസിഡുകൾ? ഏതൊക്കെയാണ്? രാസവസ്തുക്കളുടെ രാജാവാണ് സൾഫ്യൂരിക് ആസിഡ്. തേയിലയിൽ അടങ്ങിയിരിക്കുന്നത് ടാനിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. നാരങ്ങ, ഓറഞ്ച് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. തക്കാളി, നേന്ത്രപ്പഴം, ചുവന്നുള്ളി, ചോക്ലേറ്റ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ് ആണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ആസിഡുകളും അവ ഏതിൽ അടങ്ങിയിരിക്കുന്നതെന്നുള്ളതും ഒക്കെ അതും നോട്ട് ചെയ്ത് വെക്കേണ്ട പോർഷൻ തന്നെയാണ്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? ഓപ്ഷൻ എ അൾട്രാസോണിക്, ഓപ്ഷൻ ബി സൂപ്പർസോണിക്, ഓപ്ഷൻ സി ഇൻഫ്രാസോണിക്, ഓപ്ഷൻ ഡി അക്വസ്റ്റിക്സ്. നോക്കാം, ഉത്തരം ഏതാണ്? ഉത്തരം അൾട്രാസോണിക് ആണ്. സോണാർ എന്ന് പറയുന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്?
അൾട്രാസോണിക് ആണ്. നോക്കിയേ, 20 കിലോ ഹെഡ്സിന് മുകളിൽ ആവൃത്തിയുള്ള തരംഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്? അൾട്രാസോണിക് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഈ സോണാർ എന്ന് പറയുന്നത്? സോണാറിന്റെ ഫുൾ നെയിം നിങ്ങൾ ഓർത്തിരിക്കണേ. സോണാർ എന്ന് പറഞ്ഞാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് എന്തിന്റെ ഫുൾ നെയിം? സോണാറിന്റെ ഫുൾ നെയിം. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാറിന്റെ ഫുൾ ഫോം. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് എന്തെന്ന് പറയുന്നത്? സോണാറിന്റെ ഫുൾ ഫോം. ഓക്കെ, സോണാറിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? സോണാറിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് സൗണ്ടുകളാണ്. 20 കിലോ ഹെഡ്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? അൾട്രാസോണിക് എന്ന് വിളിക്കുന്നത്. സമുദ്രത്തിന്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാനും കടലിലെ അടിത്തട്ടിന്റെ ചിത്രങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന സോണാർ. എന്തിനു വേണ്ടിയിട്ടാണ്? സമുദ്രത്തിന്റെ ആഴം അളക്കാൻ, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ, അതുപോലെ തന്നെ കടലിന്റെ അടിത്തട്ടിലെ ചിത്രങ്ങൾ പകർത്താനൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? സോണാർ. സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ്. 20 കിലോ ഹെഡ്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അൾട്രാസോണിക് എന്ന് വിളിക്കുന്നത്. ഇനി സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷതയെ വിളിക്കുന്ന പേരാണ് എക്കോലൊക്കേഷൻ. സോണാറിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷതയെ വിളിക്കുന്ന പേരാണ് എക്കോലൊക്കേഷൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സോണാർ എന്ന് പറയുന്ന ഉപകരണത്തില് ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാ എന്നുള്ളതായിരുന്നു ചോദ്യം. അൾട്രാസോണിക് എന്നാണ് ഉത്തരം. അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? 20 കിലോ ഹെഡ്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി സോണാർ എന്ന് പറഞ്ഞാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ സമുദ്രത്തിന്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം, അതുപോലെ തന്നെ കടലിനടിയിലുള്ള ചിത്രങ്ങൾ പകർത്തുക മുതലായ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ആരാണ്? ഈ സോണാറിൽ കൂടെ നമുക്ക് സാധ്യമാകും. ഓക്കെ, സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷതയെ വിളിക്കുന്ന പേരാണ് എക്കോലൊക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഇൻഫ്രാസോണിക് സൗണ്ട് എന്താ നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്? ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അത് 20 ഹെഡ്സിൽ കുറവ് ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങളെ വിളിക്കുന്ന പേരാണ്. 20 കിലോ ഹെഡ്സിന് മുകളിലുള്ളവരാണ് അൾട്രാസോണിക്. 20 ഹെഡ്സിന് താഴെയുള്ള ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫ്രാസോണിക്. ഇനി സൂപ്പർ സോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ വേഗത കൂടിയവയാണ് എന്തെന്നറിയപ്പെടുന്നത്? സൂപ്പർ സോണിക് വിമാനങ്ങൾ എന്നൊക്കെ കേട്ടില്ലേ? ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളെ വിളിക്കുന്ന പേരാണ്. അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജമേത്? ഓപ്ഷൻ എ ഗതികോർജം, ഓപ്ഷൻ ബി കാന്തികോർജം, ഓപ്ഷൻ സി സ്ഥിതികോർജം, ഓപ്ഷൻ ഡി രാസോർജം. ചോദ്യം എന്താണ്? ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം എന്താണ്? ഉത്തരം സ്ഥിതികോർജമാണ്. എന്താണ് ഈ ഗതികോർജവും സ്ഥിതികോർജവും ഒക്കെ? അതായത് യാന്ത്രികോർജത്തിന് യാന്ത്രികോർജം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണത്? സ്ഥിതികോർജവും ഗതികോർജവും, അല്ലെങ്കിൽ ഗതികോർജവും സ്ഥിതികോർജവും. ഗതികോർജം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് ചലനം മൂലം ലഭ്യമാകുന്ന ഊർജത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി എന്ന് വിളിക്കുന്നത്. എന്തെന്നാ വിളിക്കുക? ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ചലനം മൂലം അതിന് ലഭ്യമാകുന്ന ഊർജത്തിനെ വിളിക്കുന്ന പേരാണ്. ഇനി സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും, ഓക്കെ, ഇപ്പൊ എന്താണ്, ഒരു വസ്തു ഉയരത്തിൽ കെട്ടി നിർത്തി, ഇപ്പൊ വാട്ടർ അണക്കെട്ടില് ജലം കെട്ടി നിർത്തിയിട്ടുണ്ട് അല്ലെ, അങ്ങനെ സ്ഥാനം കൊണ്ടും അതും അല്ലെങ്കിൽ രൂപമാറ്റം കൊണ്ടും ഒക്കെ ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജത്തിനെ വിളിക്കുന്ന പേരാണ് സ്ഥിതികോർജം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലം എന്തിനു ഉദാഹരണമാണ്? അതിൽ ലഭ്യമാകുന്ന ഊർജം അല്ലെങ്കിൽ അതിനുള്ള ഊർജം എന്ന് പറയുന്നത് സ്ഥിതികോർജമാണ്. ഓക്കെ, ഇനി ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ K = ½ mv². m എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ ചലിക്കുന്ന വസ്തുവിന്റെ മാസും, v എന്ന് പറയുന്നത് അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞ പ്രവേഗവുമാണ്. ഓക്കെ, അപ്പൊ K = എന്താണ്? ½ mv² ആണ്. പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ P = mgh ആണ്. mgh g എന്ന് പറയുന്ന m എന്ന് പറയുന്നത് എന്താണ്? ആ വസ്തുവിന്റെ മാസ് ആണ്. g ആക്സിലറേഷൻ ഡ്യൂ ടു
ഗ്രാവിറ്റി ആണ്. h എന്ന് പറയുന്നത് ഹൈറ്റ്, ഏത് ഹൈറ്റിലാണ് ഈ വസ്തു ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, 18ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേരെന്ത്? പ്രകാശവും പ്രതിഭാസങ്ങളും റിപ്പീറ്റഡ് PSC ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ അപവർത്തനം, ഓപ്ഷൻ ബി പ്രകീർണനം, ഓപ്ഷൻ സി പ്രതിപതനം, ഓപ്ഷൻ ഡി പൂർണ്ണാന്തരിക പ്രതിപതനം. ഓക്കെ, അപ്പോൾ പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് പ്രകീർണനം. ഓർത്തോണേ, പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? പ്രകീർണനം. അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമത്തിൽ കൂടെ എന്ത് ചെയ്യാണ്? പ്രകാശം കടന്നു പോകുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറയും. പ്രതിപതനം എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ പ്രതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോകുക, അതിനാണ് റിഫ്ലക്ട് ചെയ്യുക, അതിനെയാണ് റിഫ്ലക്ട് ബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞില്ലേ. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രതിപതനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന പൂർണ്ണാന്തരിക പ്രതിപതനം ഉണ്ടല്ലോ, ഓർത്തിരിക്കണേ. ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രകാശത്തിന്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ അത് എന്താണ്? പൂർണ്ണാന്തരിക പ്രതിപതനമാണ്. ഓക്കെ, അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ സെൽഷ്യസ്, ഓപ്ഷൻ ബി ഫാരൻഹീറ്റ്, ഓപ്ഷൻ സി കെൽവിൻ, ഓപ്ഷൻ ഡി പാസ്കൽ. അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി പാസ്കൽ ആണ്. സെൽഷ്യസും ഫാരൻഹീറ്റും കെൽവിനും എന്തളക്കുന്നതാണ്? ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റുകളാണ്. അപ്പൊ നോക്കിയേ, താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കെൽവിൻ ആണ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന തോതാണ് ഫാരൻഹീറ്റ് എന്നറിയപ്പെടുന്നത്. നമ്മൾ സാധാരണയായിട്ട് ടെമ്പറേച്ചർ പറയുന്നത് ഏതിലാണ്, അല്ലെങ്കിൽ താപനില അളക്കുന്ന യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 20ാമത്തെ ചോദ്യം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തെ വിളിക്കുന്ന പേരെന്ത്? ഓപ്ഷൻ എ വേഗം, ഓപ്ഷൻ ബി ത്വരണം, ഓപ്ഷൻ സി മന്ദീകരണം, ഓപ്ഷൻ ഡി പ്രവേഗം. ഉത്തരം പ്രവേഗമാണ്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തെ വിളിക്കുന്ന പേരാണ് പ്രവേഗം. ഓർത്തിരിക്കണേ, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് സമയം എടുത്തു കഴിഞ്ഞാൽ ആ വസ്തു അതിൻ്റെ തുടക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റ് വരെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? പ്രവേഗം എന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് നമ്മൾ പറയും. ഇനി വേഗത എന്താ? യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തെ വിളിക്കുന്ന പേരാണ് അല്ലേ വേഗത എന്ന് പറയുന്നത്. നമുക്കറിയാം, വേഗത കണ്ടുപിടിക്കുന്ന ദൂരം ബൈ സമയം ഈസ് ഈക്വൽ ടു എന്താണ്? വേഗതയാണ്. യൂണിറ്റ് എന്തൊക്കെയാണ്? മീറ്റർ പെർ സെക്കൻഡും അതുപോലെ തന്നെ കിലോമീറ്റർ പെർ അവറും ഒക്കെ എന്തിൻ്റെ യൂണിറ്റുകളാണ്? വേഗത. അതായത് ഒരു യൂണിറ്റ് സമയം എടുത്തു കഴിഞ്ഞാൽ ആ സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേഗത. വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയമാണ്. മീറ്റർ പെർ, അതുപോലെ എന്തൊക്കെയാണ്? മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ അവറും ആണ് യൂണിറ്റുകളായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ത്വരണം എന്താ? ത്വരണം അഥവാ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെയാണ്, ഇത്ര ഓർത്തിരിക്കുക, പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ അഥവാ ത്വരണം എന്ന് പറയുന്നത്. പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ അഥവാ ത്വരണം. പ്രവേഗമാറ്റം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടായ സ്ഥാനാന്തരത്തിനെയാണ്, ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റ് വരെ അത് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ത്വരണം ഈസ് ഈക്വൽ ടു പ്രവേഗമാറ്റം ബൈ സമയമാണ്. പ്രവേഗമാറ്റം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? v-u/t. v എന്ന് പറഞ്ഞാൽ എന്താണ്? v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. v എന്ന് പറഞ്ഞാൽ എന്താണ്? v ഫൈനൽ വെലോസിറ്റി ആണ്. v ഫൈനൽ വെലോസിറ്റി. u എന്ന് പറയുന്നത് v ഫൈനൽ വെലോസിറ്റി, u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം അന്ത്യപ്രവേഗവും ആദ്യപ്രവേഗവും. ഓക്കെ, അപ്പോൾ v-u/t എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ A കണ്ടുപിടിക്കാനുള്ള ആക്സിലറേഷൻ ത്വരണത്തിന് നമ്മൾ ഏത് ലെറ്ററാണ് ഉപയോഗിക്കുന്നത്? A ആണ്, സ്മോൾ ലെറ്റർ A ആണ്. ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു v-u/t ആണ്. യൂണിറ്റ് എന്ന് പറഞ്ഞത് ഓർത്തിരിക്കണേ, ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ മന്ദീകരണം എന്താണ്? മന്ദീകരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ത്വരണം. മന്ദീകരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ത്വരണത്തിനെയാണ് വിളിക്കുന്നത് മന്ദീകരണം. അല്ലെങ്കിൽ പ്രവേഗമാറ്റം കുറയുന്ന സന്ദർഭത്തിലെ ത്വരണത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മന്ദീകരണം, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് വിളിക്കും. അതിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇത്രയാണ് ഖാദി ബോർഡ് LDCയുടെ പ്രിലിംസ് സ്റ്റേജ് 3 ചോദിച്ച സയൻസ് ക്വസ്റ്റ്യൻസ്. താങ്ക് യു.